KPCC അധ്യക്ഷനായി താൻ തുടരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും താൻ തന്നെ തുടരണമെന്നുള്ള ആഗ്രഹം KPCC അധ്യക്ഷനുണ്ട്. അദ്ദേഹത്തിന് പിന്തുണയുമായി രമേശ് ചെന്നിത്തലയുണ്ട്. പ്രവർത്തക സമിതി അംഗം ശശി തരൂരുമുണ്ട്. അപ്പോൾ സംഘടനയുടെ തലപ്പത്ത് പുനഃസംഘടനയിൽ ആര് വരണമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. ഒരു AICC ജനറൽ സെക്രട്ടറിക്ക് പല നേതാക്കളുമായി സംസാരിച്ച് ഒരു സമവായത്തിലേക്ക് എത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ദുരവസ്ഥയാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇനി രണ്ടാമത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്ന സംഭവം ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രം ദ സോഴ്സസ്, കോൺഗ്രസിനുള്ളിൽ നിന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുത്തവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, യഥാർത്ഥത്തിൽ VD സതീശൻ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു സർവേ ആയിരുന്നില്ല. നമ്മളൊക്കെ ഇന്ന് രഹസ്യ സർവേ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സർവേ അതിൻ്റെ പൂർണ്ണമായ സ്വഭാവ സവിശേഷതകളോടുകൂടി നടന്നിട്ടില്ല. ഓരോ സ്ഥലത്തും പോയി ഇത്രയധികം സാമ്പിളുകളെ, ഇത്രയധികം ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ഇത്രയധികം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി ഒരു ക്വസ്റ്റ്യനെയറുമായി പോയി സമീപിച്ചിട്ടൊന്നുമില്ല. പകരം ഒരു റിസൾട്ട് അനാലിസിസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. VD സതീശൻ കഴിഞ്ഞ തവണയും ചെയ്തതാ. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇതേപോലെ റിസൾട്ട് അനാലിസിസ് നടത്തിയിരുന്നു. പാലക്കാടും ചേലക്കരയെ പരാജയപ്പെട്ടു, പക്ഷേ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. അപ്പോൾ റിസൾട്ട് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളെയും VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇലക്ഷൻ ടീം യഥാർത്ഥത്തിൽ ചെയ്തത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു.